ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. മീനം രാശിക്കാർക്ക് ജൂൺ മാസം, ജൂൺ 2025 എങ്ങനെ പോകുമെന്നതിനെ കുറിച്ചുള്ള വിശദമായ വിശകലനമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ തരാൻ പോകുന്നത്. ജൂൺ മാസം നിങ്ങളുടെ ഗൃഹസ്ഥ ജീവിതം, തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലകളിലും എന്തൊക്കെ മാറ്റങ്ങൾ വരാൻ ഇടയുണ്ട് നമുക്ക് നോക്കാം. 15 മെയ്ക്ക് വ്യാഴവും 18 മെയ്ക്ക് രാഹുവും കേതുവും സ്ഥാനചലനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മാർച്ച് 29-ാം തീയതി ശനിദേവ് മീനരാശിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു പരിവർത്തനം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. എന്തെല്ലാമാണെന്ന് നോക്കാം. ജൂൺ മാസത്തിൽ നവഗ്രഹങ്ങളുടെ സ്ഥിതി എന്തൊക്കെയെന്ന്. ഇപ്പോൾ നവഗ്രഹങ്ങളുടെ സ്ഥിതി 1-ാം ഹൗസിൽ ശനിദേവും, 2-ാം ഹൗസിൽ ശുക്രൻ, 3-ാം ഹൗസിൽ സൂര്യനും ബുധനും, 4-ാമത്തെ ഹൗസിൽ വ്യാഴം, 5-ല് ചൊവ്വ, 6-ല് കേതു, 12-ല് രാഹു ആണ്. നിങ്ങളുടെ ജോലി സംബന്ധിച്ച കാര്യങ്ങൾ എല്ലാം നോക്കുന്നത് 10-ാം ഹൗസിലോട്ടാണ്. വ്യാഴം നിങ്ങളുടെ 4-ാം ഹൗസിലാണ്. വ്യാഴത്തിന്റെ ദൃഷ്ടി 10-ാം ഹൗസിൽ വരുന്നത് കൊണ്ട് ഇത് ഏറ്റവും വളരെ നല്ല ഒരു സമയം തന്നെയാണ്. പുതിയ ജോലികൾക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കുറച്ച് പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നത് അതെല്ലാം മാറി ഇപ്പോൾ ഒരു നല്ല സമയം വന്നിരിക്കുകയാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് അല്ല ചെയ്യാൻ പോകുന്നത്, സ്മാർട്ട് വർക്കാണ്. അപ്പോൾ ജൂൺ 15-ന് ശേഷം പുതിയ ജോലികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. നല്ല ജോലികൾ, നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതിനുള്ള ഒരു സമയമാണ് ഇപ്പോൾ കാണുന്നത്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക്, പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ജൂൺ 7-ന് ശേഷം വളരെ നല്ല സമയമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക. മീനം രാശിയുടെ സ്വാമി വ്യാഴം 4-ാം ഹൗസിലിരിക്കുന്നു. ഇത് ഒരു മാസത്തേക്കല്ല, ഒരു വർഷത്തേക്ക് 4-ാം ഹൗസിലാണ് വ്യാഴം. അപ്പോൾ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കുറയാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ജലദോഷം, ചുമ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ഒന്ന് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ എനർജി കുറവായിരിക്കും. അപ്പോൾ 7 ജൂണിന് ശേഷം ചൊവ്വയും 6-ാം ഹൗസിലോട്ട് വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ രണ്ടും കൂടെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി ലെവൽ കുറയാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നിരിക്കുന്നത്. പക്ഷേ മൊത്തത്തിൽ നന്നായിരിക്കും. അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങളൊന്നും വരില്ല. ചെറിയ പ്രശ്നങ്ങൾ അതൊക്കെ നിങ്ങളുടെ ആഹാരത്തിലും ആഹാരക്രമത്തിൽ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പുറത്തുനിന്നുള്ള ആഹാരങ്ങളൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക. വീട്ടിലെ ഭക്ഷണം മാത്രം കഴിക്കാൻ നോക്കുക. ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഉപായം ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻഡ് വരെ കാണുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ ആഹാരത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങൾ ഒന്നുമില്ല. ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും അത് ശ്രദ്ധിച്ച് കാണുക. വിദ്യാഭ്യാസം, പുതിയ കോഴ്സുകൾ ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് നല്ല സമയം തന്നെയാണ്. 5-ാം ഹൗസാണ് നമ്മൾ എഡ്യൂക്കേഷനുമായിട്ട് കാണുന്നത്. അപ്പോൾ ചന്ദ്രനാണ് അതിൻ്റെ ഹൗസിൻ്റെ സ്വാമി. പക്ഷെ ചൊവ്വ അവിടെ ഇരിക്കുന്നത് കൊണ്ട് കുറച്ചൊരു അലസത വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അലസതയെല്ലാം മാറ്റി കുട്ടികളെല്ലാം നല്ലതുപോലെ പഠിക്കുക. എൻട്രൻസ് എക്സാം എഴുതുന്നവർക്കൊക്കെ നല്ല സമയമാണ്. പുതിയ അഡ്മിഷന് നല്ല സമയമാണ്. പിന്നെ ചൊവ്വ 5-ല് നീചസ്ഥിതിയിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രം ആ ചെറിയ ഒരു അലസത വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കുട്ടികളൊന്ന് ശ്രദ്ധിക്കുക. പുതിയ കോഴ്സിനൊക്കെ നിങ്ങൾക്ക് ചേരാനുള്ള സമയം നല്ലതാണ്. നിങ്ങളുടെ സ്നേഹബന്ധം അത് നോക്കുന്നത് നമ്മുടെ 5-ാമത്തെ ഹൗസുമായിട്ടാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആളിൻ്റെ സ്വഭാവത്തിൽ കുറച്ചൊരു ചഞ്ചലത വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അത് നോക്കിക്കണ്ട് സംസാരമൊക്കെ കൺട്രോൾ ചെയ്യുക. 7 ജൂണിന് ശേഷം ഇതെല്ലാം ഒന്ന് മാറിക്കിട്ടുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ കൂടുതലൊന്നും സംസാരത്തിനും ഇതിനൊന്നും പോകണ്ട. കുറച്ചൊന്നും ഒരു ഗ്യാപ്പിട്ട് ഇരിക്കുക, അത്രമേ ഉള്ളൂ. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ദാമ്പത്യ ജീവിതം 7th ഹൗസാണ്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഹെൽത്തൊക്കെ, ആരോഗ്യസ്ഥിതി അത്ര നല്ലതല്ലായിരുന്നു മുമ്പ്. 7 ജൂണിന് ശേഷം അതെല്ലാം മാറി നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, നല്ല ഒരു പുരോഗതി തന്നെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. പിന്നെ യാത്രകൾ ചെയ്യുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. 7 ജൂണിന് ശേഷം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ വരുന്നതിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്.
നിങ്ങളുടെ ഭാഗ്യം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. ട്രേഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് 7 ജൂണിന് മുമ്പ് തന്നെ എല്ലാം ചെയ്തു തീർക്കാം. 7 ജൂണിന് ശേഷം അത്ര ഒരു നല്ല സമയമല്ല. എന്നു വെച്ചാൽ ചൊവ്വ 6ാം ഹൗസിൽ വരുന്നു. ഇപ്പോൾ 5ാം ഹൗസിലിരിക്കുന്ന ചൊവ്വ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, നല്ല ഫലങ്ങൾ തരും. അപ്പോൾ 7 ജൂണിന് മുമ്പ് തന്നെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്തു തീർക്കുക. അതിനുശേഷം കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുക. അത്രയും കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. അത്ര ഒരു സപ്പോർട്ടായിട്ടുള്ള ഒരു സമയമല്ല 7 ജൂണിന് ശേഷം. നിങ്ങളുടെ ഭാഗ്യം. അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് എല്ലാത്തിലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കണ്ട് എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുക. വേറെ കുഴപ്പങ്ങൾ ഒന്നുമില്ല. 7ാം ശനി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രഭാവം ഇപ്പോഴൊന്നും ഇല്ല. അത് ഇനി സെക്കൻഡ് ഫേസിലാണ് അതിൻ്റെ പ്രോബ്ലങ്ങൾ ഒക്കെ വരാനുള്ള സാധ്യതയുള്ളത്. പക്ഷേ ഇപ്പോൾ ഫസ്റ്റ് ഫേസിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി എല്ലാവരും നാമജപം എല്ലാവരും കഴിയുന്ന വിധത്തിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഈ മാസം നിങ്ങൾക്ക് ചെയ്യേണ്ട ഉപായങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഹനുമാൻ ചാലീസ ഡെയിലി നിങ്ങൾക്ക് പാരായണം ചെയ്തേ പറ്റൂ. ഓക്കെ. പിന്നെ ചൊവ്വയുടെ ബീജമന്ത്രം 108 പ്രാവശ്യം സൂര്യദേവന് ജലം അർപ്പണം ചെയ്യുക. സൂര്യൻ ഉദിച്ച് 1 മണിക്കൂറിന് അകം നിങ്ങൾ ചെയ്യേണ്ടതാണ്. വ്യാഴത്തിൻ്റെ ബീജമന്ത്രം ഗുരു ബീജമന്ത്രം 108 പ്രാവശ്യം ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ചെയ്യണം. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടുന്നതാണ്. ഹനുമാൻ ചാലീസ എല്ലാവരും നിങ്ങളുണ്ടല്ലോ ബൈഹാർട്ട് ചെയ്ത് ഡെയിലി നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ, പാരായണം ചെയ്ത് നോക്കൂ. അതിൻ്റെ ഫലം തന്നെ വേറെയാണ്. പിന്നെ ഇതിലെല്ലാം ഉപരി വീട്ടിൽ മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നോക്കിക്കണ്ട് അവർക്ക് ചെയ്തു കൊടുക്കുക. പിന്നെ 24 മണിക്കൂറിൽ ഒരു അരമണിക്കൂർ അവരുടെ അടുത്ത് പോയി അവരുടെ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒന്ന് കേട്ട് അവരുടെ അടുത്തൊന്ന് ഇരിക്കുക. ഓക്കെ. ഏറ്റവും വലിയ ഉപായം അത് തന്നെയാണ്. നമ്മുടെ മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വേറെ ഏത് ഉപായം ചെയ്താലും അതിനൊന്നും ഒരു പ്രയോജനം വരികയില്ല. നിങ്ങൾക്ക് ഈ ലോകത്തിലെ ഇപ്പം ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ ദേവീദേവന്മാരെന്ന് പറയുന്നത് നിങ്ങളെ മാതാപിതാക്കളാണ്. അപ്പോൾ അവർക്ക് വേദനിപ്പിക്കാതിരിക്കുക, ദുഃഖം കൊടുക്കാതിരിക്കുക. അവരെ പ്ലീസ് നോക്കുക. ഓക്കെ. നിങ്ങളാക്കിയ നിങ്ങളുടെ മാതാപിതാക്കളെ ഒന്ന് അരമണിക്കൂറേലും ഒന്ന് അവരുടെ അടുത്ത് പോയി അവർ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കൂ. അതിൻ്റെ ഫലം വേറെ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇത്രമേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ ഒരു കമൻറ്റ് നിങ്ങൾ ഇടുന്നതിനും, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. സ്റ്റേ ബ്ലെസ്ഡ്.